നൈവകലിനായി വായിച്ച ഭാഗം വളരെ പരിചിതമായൊരു ഭാഗമാണ്. ഇന്ന് സഭയുടെ കലണ്ടർ അനുസരിച്ച് വേദഭാഗങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ വിശുദ്ധ കുർബാന നിത്യജീവൻ്റെ അപ്പം, ഹോളി കമ്മ്യൂണിയൻ ഇസ് ബ്രെഡ് ഫോർ ഇറ്റേണൽ ലൈഫ്. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിൽ നാം വായിച്ചു കേട്ടത് ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ പിറുപിറുത്തപ്പോൾ അവർക്ക് എല്ലാ ദിവസവും വൈകിട്ട് മാംസം നൽകി, കാടകളെ നൽകി. പിറ്റേ ദിവസം രാവിലെ അവർക്ക് മന്ന നൽകി. അത് ഭക്ഷിച്ചു അവർ തൃപ്തരായി. കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ നാം വായിച്ചത് ഒരു അപ്പോസ്തലൻ യേശു കർത്താവിൻ്റെ പെസഹ ആചരണത്തെക്കുറിച്ചാണ്. എൻ്റെ രണ്ടാമത്തെ വരവ് വരെ നിങ്ങളിതിൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം ആരംഭിക്കുന്നത് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച ഭാഗമാണ്. നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പീനെന്ന് കൊടുപ്പീനെന്ന് പറയുകയും യേശു 5 യവത്തപ്പം വാഴ്ത്തി 5000 പേർക്ക് ഭക്ഷണം കൊടുക്കുന്നു. അപ്പോൾ ശാരീരികമായ പരിപോഷണത്തിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണത്തെക്കുറിച്ചാണ് ഇവിടെ എല്ലാം പറയുന്നത്. മന്ന മനുഷ്യൻ്റെ ശാരീരിക ആവശ്യങ്ങൾക്ക് ആവശ്യമാണ്. മാംസവും മന്നയൊക്കെ കഴിക്കുമ്പോൾ വിശന്നിരിക്കുന്നവർക്കത് ആഹാരമായിട്ട് മാറി. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോൾ അത് സാധാരണക്കാരായ ധാരാളം ആളുകൾക്കത് പരിപോഷണത്തിന്, വിശപ്പിന് പരിഹാരമായിട്ട് മാറി. എന്നാൽ ഇങ്ങനെയൊക്കെ ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തികളൊക്കെ കാണുമ്പോൾ ജനമെല്ലാം യേശുവിൽ വളരെ സംതൃപ്തരായി. കാരണം അവരുടെ വിശപ്പിനൊരു പരിഹാരം, അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം. അതുകൊണ്ട് യേശു 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതിന് ശേഷമൊക്കെ വിദൂരതയിൽ കടൽക്കരയ്ക്ക് അപ്പുറം യാത്ര ചെയ്തപ്പോൾ ജനമെല്ലാം യേശുവിനെ പിൻപറ്റുന്നു. എന്തിനാണ്? അവനെ രാജാവാക്കാം എന്നുള്ളൊരാഗ്രഹത്തോടു കൂടി. അവനെ രാജാവാക്കിയാൽ ഞങ്ങൾക്ക് വിശപ്പുണ്ടാകുകയില്ല, ഈ ഭൂമിയിൽ ഞങ്ങളുടെ വിശപ്പിനൊരു പരിഹാരമാകും, അല്ലെങ്കിൽ ലോകപ്രകാരമായ എല്ലാ സൗകര്യങ്ങളും ലഭിക്കും യേശുവിനെ രാജാവാക്കിയാൽ എന്നൊരു ചിന്ത ജനങ്ങളിലുണ്ടാകുന്നു. അപ്പോഴാണ് യേശു വിശുദ്ധ കുർബാനയെക്കുറിച്ചൊക്കെ പഠിപ്പിക്കുന്നത്. എന്താ പറയുന്നത്? എന്നിൽ വിശ്വസിക്കുന്നതിന് നിത്യജീവനുണ്ട്. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ്റെ ഉള്ളിൽ ജീവനുണ്ട് എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന കഴിച്ചു, എന്നിട്ടും അവർ മരിച്ചുപോയി. ഈ ലോകപ്രകാരമുള്ള ഭക്ഷണപാനീയങ്ങളൊക്കെ ഈ ലോക ജീവിതത്തിൽ ഒരന്ത്യം ഉറപ്പ് വരുത്തുന്ന യാതൊരു സംശയമില്ല. എത്ര ഭക്ഷിച്ചാലും മരിക്കാതിരിക്കുന്നവരാരുമില്ല. എന്നാൽ ഇറ്റേണൽ ലൈഫ്, നിത്യജീവൻ എന്ന് പറയുന്നത് നോട്ട് മിയർലി ബൈ ദ ഫുഡ് വിച്ച് യു ഈറ്റ് ബട്ട് ബൈ ബിലീവിങ് ഇൻ ഗോഡ്. നിത്യജീവൻ എന്ന് പറയുന്നത് എന്നിൽ വിശ്വസിക്കുന്നവർക്കാണ് നിത്യജീവൻ. മന്ന ഭക്ഷിച്ചു അവർ മരിച്ചുപോയി. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിച്ചപ്പോൾ അവർക്ക് താൽക്കാലികമായ പരിപോഷണമൊക്കെ ലഭിച്ചു. ആത്യന്തികമായത്, നിത്യമായിട്ടുള്ളത് ദൈവത്തിലുള്ള വിശ്വാസമാണ്. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ എന്നിൽ വസിക്കുന്നൊരനുഭവം. അതുകൊണ്ട് യേശു കർത്താവ് വിശുദ്ധ കുർബാനയെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നത് ബിലീവിങ് ഇൻ ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ സോഴ്സ് ഓഫ് ഇറ്റേണൽ ലൈഫ്. ദൈവത്തിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്, യേശുവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് ഇറ്റേണൽ ലൈഫിന് കാരണമായി തീരുന്നത്. യേശു കർത്താവ് ദേവാലയത്തിലുള്ള മറ്റ് ഭക്ഷണത്തെക്കുറിച്ചൊക്കെ വിമർശിക്കുന്നുണ്ട്. കാരണം നമുക്കിപ്പം ഇന്ന് ജൂബിലിയൊക്കെയാണ്, ഇത് കഴിയുമ്പോൾ വലിയ ഭക്ഷണമൊക്കെ ഉണ്ടാവും. നമുക്ക് ആഘോഷങ്ങൾക്കെല്ലാം വലിയ ഭക്ഷണങ്ങളൊക്കെ ഉണ്ട്. പലപ്പോഴും നല്ല ഭക്ഷണങ്ങളൊക്കെ ഒരു കൂട്ടായ്മയേക്കാൾ അധികമായി പലപ്പോഴും സമ്പത്തുള്ളവരെല്ലാം ഒരുമിച്ച്, അല്ലെങ്കിൽ കൂട്ടുകാരെല്ലാവരും ഒരുമിച്ച് ഒക്കെ ഭക്ഷിക്കുന്ന ഒരു സാഹചര്യം. വിവാഹ പാർട്ടിക്കൊക്കെ പോയാൽ, ഹോളിലൊക്കെ പോയാൽ വീട്ടുകാരെല്ലാം കൂടെ ഒരുമിച്ചിരിക്കും, കൂട്ടുകാരെല്ലാം കൂടെ ഒരുമിച്ചിരിക്കും, അല്ലേ? ഒരേ തരത്തിലുള്ള ആളുകളൊക്കെ ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ ആസ്വദിക്കും. ചിലപ്പോൾ ചിലരൊക്കെ അങ്ങ് പുറന്തള്ളപ്പെട്ടു പോകും. യെരുശലേം ദേവാലയത്തിലെ വിവിധ പെരുന്നാളുകൾക്കും ഒക്കെ ഉണ്ടായിരുന്ന ഭക്ഷണങ്ങളിൽ പുറജാതികളായ ആളുകളൊക്കെ തള്ളപ്പെട്ടിരുന്നു. പലപ്പോഴും പരീശന്മാരും ശാസ്ത്രിമാരും ഒക്കെ നേരത്തെ വന്നവർ ഭക്ഷണമൊക്കെ കഴിക്കുന്നു, അവർ ആഹ്ലാദിക്കുന്നു, അവർ വീഞ്ഞു കുടിച്ച് മത്തരാകുന്നു. അവഗണിക്കപ്പെട്ടു പോകുന്നത് പലപ്പോഴുമൊക്കെ പുറജാതിക്കാരായ ആളുകളാണ്. അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ചു, എൻ്റെ ആലയം പ്രാർത്ഥനാലയം, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു, പൊൻവാണിഭക്കാരുടെ മേശകളെയൊക്കെ മറിച്ചിട്ട് കളയുന്നു.
പ്രജാതിക്കാരായ ആളുകൾക്ക് ഇടമില്ലാതിരുന്നൊരു ദേവാലയം. പലപ്പോഴും നമ്മുടെ ഭക്ഷണമേശകളൊക്കെ മറ്റുള്ളവരെ അവഗണിക്കുന്ന ഇടങ്ങളാണ്. നമുക്ക് വേണ്ടി മാത്രം ഭക്ഷിക്കുന്ന ഒരു സമൂഹം. ഇന്നലെ യേശു കർത്താവ് പറയുന്നു, വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ഞാൻ എന്നെ തന്നെ നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന ഒരവസരം. എല്ലാവരും ചേർത്ത് നിർത്തുന്ന ഒരു വിടവാണ് വിശുദ്ധ കുർബാന. സാധാരണ ഭക്ഷണത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. സാധാരണ നമ്മുടെ ഭക്ഷണമേശകളൊക്കെ പലപ്പോഴും ചിലരെയെങ്കിലും അകറ്റുന്ന ഭക്ഷണമേശകളാണ്. വി അവോയ്ഡ് പീപ്പിൾ, വി മാർജിനലൈസ് പീപ്പിൾ. ഏത് വിരുന്നിന് എന്നാലും നമുക്ക് കാണാം, ദർ ആർ എ ലോട്ട് ഓഫ് പീപ്പിൾ ഹു ആർ മാർജിനലൈസ്ഡ്. അവരൊന്നും മുഖ്യാസനങ്ങളിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ ലഭിക്കുന്നില്ല. എന്നാൽ വിശുദ്ധ കുർബാനയിൽ അവിടെ ചേരിചേരുകൾ ഒന്നുമില്ല. എൻ്റെ മാംസം തിന്നുന്നവൻ, എൻ്റെ രക്തം കുടിക്കുന്നവൻ എന്നിൽ വസിക്കും. അവിടെ വലിയവനെന്നോ ചെറിയവനോ ഒന്നും അങ്ങനെ വകഭേദങ്ങളൊന്നുമില്ല. എല്ലാവർക്കുമായി നൽകിയിരിക്കുന്ന എൻ്റെ ജീവനെക്കുറിച്ചാണ് വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ അത് നിത്യജീവന് വേണ്ടിയുള്ള അപ്പമാണ്, ഭക്ഷണമാണ് എന്ന തിരിച്ചറിവോടുകൂടി വിശുദ്ധ കുർബാനയിൽ സംബന്ധിപ്പാൻ ദൈവമേ കൃപ ചെയ്യണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആരെയും അകറ്റുന്ന ഒരു ഭക്ഷണമേശയല്ല വിശുദ്ധ കുർബാന. പിന്നെയോ എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ഒരു ഭക്ഷണമേശ. ഇന്ന് നമ്മൾ കർത്തൃമേശയിലൊക്കെ സംബന്ധിക്കുമ്പോൾ എല്ലാവരും ഒരുപോലെ വന്ന് ഒരേ മനോഭാവത്തോടു കൂടി വന്ന്, വലിയവനെന്നോ ചെറിയവനെന്നോ ഇല്ലാതെ എല്ലാവരും ഒരുപോലെ കർത്തൃമേശയിൽ നമ്മൾ പങ്കാളികളെയാണ്. നമ്മളെ ചേർത്ത് നിർത്തുന്ന ഒരനുഭവമാണ് വിശുദ്ധ കുർബാന. നമുക്ക് നിത്യമായ ഒരപ്പമായി തീരുന്നതാണ് യേശുവിലുള്ള വിശ്വാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് യേശു കർത്താവിൽ പരിപൂർണമായി വിശ്വസിച്ചുകൊണ്ട് കർത്താവിൽ വസിക്കുന്ന ഒരനുഭവത്തിലേക്ക് പ്രവേശിക്കുവാൻ വിശുദ്ധ കുർബാനയിലൂടെ ദൈവമേ ഇടയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. താൽക്കാലികമായ ഒരു പരിപോഷണമല്ല, പിന്നെയോ ആത്യന്തികമായ ശാശ്വതമായ ഒരു ജീവിതത്തിന് വേണ്ടി നമ്മെ ഒരുക്കുന്നതാണ് വിശുദ്ധ കുർബാന എന്ന ബോധ്യത്തോടു കൂടി വിശുദ്ധ കുർബാനയിൽ നമുക്ക് പങ്കുകൊള്ളാം. കർത്താവ് നമ്മോട് പറയുന്നു, കം ദ ടേബിൾ ഈസ് സെറ്റ് ഫോർ യു. ഇതാ നിങ്ങൾക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കി വച്ചിരിക്കുന്നു. ശാരീരികമായി ക്ഷീണിച്ചവരുണ്ടാവാം, മാനസികമായി ഭാരപ്പെടുന്നവരുണ്ടാവാം. എല്ലാവരുടെയും കർത്താവ് പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കി വച്ചിരിക്കുന്നു. എന്നാൽ പത്രോസിനെ പോലെ നമുക്കും പറയാം, കർത്താവേ നീ സകലവും അറിയുന്നു, നിനക്ക് മുൻപാകെ ഒന്നും മറവായിരിക്കുന്നില്ല. ലോർഡ് യു നോ എവറിത്തിങ്, ദർ ഈസ് നത്തിങ് ഹിഡൻ ഫ്രം യു. അതാകട്ടെ നമ്മുടെ കുമ്പസാരം.